ഹായ് പഞ്ചാര മിഠായി. മുത്ത് കരയുന്ന രാജകുമാരി. പണ്ട് ഗോവർദ്ധനഗിരി എന്ന രാജ്യത്തെ ഉദയവർമ്മ രാജാവിന് കരയുമ്പോൾ കണ്ണീരിനു പകരം മുത്തു പൊഴിയുന്ന മൈഥിലി എന്നു പേരുള്ള ഒരു മകളുണ്ടായിരുന്നു. രാജകുമാരിയായ മൈഥിലിക്ക് മിക്കപ്പോഴും ഒറ്റയ്ക്ക് നടക്കാനായിരുന്നു ഇഷ്ടം. പൂന്തോട്ടത്തിലെ പൂക്കളും കിളികളുമായിരുന്നു അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ. പതിവായി പുഴക്കരയിൽ പോയിരുന്ന് കാറ്റുകൊള്ളുന്നതും കാഴ്ചകൾ കാണുന്നതും മൈഥിലിക്ക് ശീലമായിരുന്നു. എന്നാൽ മൈഥിലി അറിയാതെ ഇതെല്ലാം ഒരു വൃദ്ധ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം മൈഥിലി പുഴക്കരയിൽ ഇരിക്കുന്ന സമയത്ത് വൃദ്ധ മൈഥിലിയുടെ അടുത്തു വന്നിരുന്ന് സൗഹൃദം സ്ഥാപിച്ചു. ശേഷം മൈഥിലിക്ക് ഒരു പഴം നൽകി. പഴം കഴിച്ചതും മൈഥിലിയുടെ ബോധം നഷ്ടമായി. ബോധം നഷ്ടപ്പെട്ട മൈഥിലിയെയും കൊണ്ട് വൃദ്ധയായ സ്ത്രീ കാട്ടിനുള്ളിലെ ഒരു കുടിലിലേക്ക് കടന്നുകളഞ്ഞു. ബോധം വന്ന മൈഥിലി വളരെയേറെ വിഷമിച്ചു. താൻ വൃദ്ധയുടെ പിടിയിൽ അകപ്പെട്ടെന്ന് രാജകുമാരി തിരിച്ചറിഞ്ഞു. രാജകുമാരിയെ കരയിച്ച് രാജകുമാരിയുടെ കണ്ണിൽ നിന്നും വരുന്ന മുത്തുകൾ ശേഖരിച്ച് ധനികയാവുകയായിരുന്നു വൃദ്ധയുടെ ലക്ഷ്യം. അതിനായി വൃദ്ധ രാജകുമാരിയെ നിരന്തരം വിഷമിപ്പിച്ചു. തന്നെ വിട്ടയക്കണമെന്ന് വൃദ്ധയോട് രാജകുമാരി പലതവണ അപേക്ഷിച്ചെങ്കിലും വൃദ്ധ അതൊന്നും ചെവിക്കൊണ്ടില്ല. രാജകുമാരിയെ കരയിച്ച് വൃദ്ധ ധാരാളം മുത്തുകൾ ശേഖരിക്കുകയും ആ മുത്തുകൾ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ഒരുപാട് പണം സമ്പാദിക്കുകയും ചെയ്തു. അധികം വൈകാതെ വൃദ്ധ ഒരു ധനികയായി മാറി. എന്നാൽ രാജകുമാരിയെ കാണാതെ വിഷമിച്ച് രാജകുമാരിയെയും തിരഞ്ഞു നടന്ന രാജാവ് കാട്ടിൽ ഒരിടത്ത് മുത്തുകൾ ചിതറിക്കിടക്കുന്നത് കാണാനിടയായി. അപ്പോഴാണ് വൃദ്ധ ആ വഴി ചന്തയിൽ നിന്നും തിരിച്ചു വരുന്നത്. സംശയം തോന്നിയ രാജാവ് വൃദ്ധയുടെ പിറകെ പോകാൻ ഭടന്മാരോട് ആജ്ഞാപിക്കുന്നു. വൃദ്ധയെ പിന്തുടർന്ന് ഭടന്മാർ വൃദ്ധയുടെ മാളികയിൽ എത്തിച്ചേരുകയും അവിടെ നിന്നും രാജകുമാരിയെ രക്ഷിക്കുകയും ചെയ്തു. തൻ്റെ മകളെ കടത്തിക്കൊണ്ടുപോയ വൃദ്ധയെ രാജാവ് കാരാഗൃഹത്തിലടച്ചു. എന്നാൽ അവരൊരു വൃദ്ധയായതിനാൽ രാജകുമാരിക്ക് അവരോട് സഹതാപം തോന്നുകയും അവരെ കാരാഗൃഹത്തിൽ നിന്നും വിട്ടയക്കുകയും ചെയ്തു. രാജകുമാരിയെ താൻ ദ്രോഹിച്ചിട്ടും രാജകുമാരിക്ക് തന്നോട് ദയ തോന്നിയെന്നറിഞ്ഞ വൃദ്ധയ്ക്ക് പശ്ചാത്താപം തോന്നുകയും താൻ ചെയ്ത തെറ്റിന് വൃദ്ധ രാജകുമാരിയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. ഹായ് പഞ്ചാര